കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നു ക്ഷാമം രൂക്ഷം. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ മരുന്നില്ലെന്ന പരാതിയുമായി രോഗികൾ രംഗത്തെത്തി. മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രശ്നത്തിൽ ഇടപെടാതെ നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ മരുന്നിനായി രോഗികൾ നെട്ടോട്ടത്തിലാണ്. ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയവരിൽ പകുതി പേരും മരുന്നില്ലാത്തത് മൂലം പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ്. മാത്രമല്ല, ന്യായവില സ്റ്റോറിൽ ഗൂഗിൾ പേ സംവിധാനമില്ലാത്തതും പ്രതിസന്ധിയാണെന്ന് മരുന്ന് വാങ്ങാനെത്തിയവർ പറയുന്നു. ഞാൻ ഈ ഓക്സിജൻ മാസ്കിന്റെ സാധനം വാങ്ങുന്നത് അത് ഇവിടെ അല്ല. ഇവിടെ പിന്നെ GPay സൗകര്യമില്ല. എൻ്റെ അതേ ഉള്ളൂ താനോ ഇല്ല. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൗകര്യം ഇല്ലാന്ന്. എപ്പോഴും കയ്യിൽ പൈസ വെക്കാൻ പറ്റൂലല്ലോ. ഞാനിവിടെ ഇത് ന്യായവില എന്ന് വിചാരിച്ചിട്ട് കയറി നോക്കിയതാണ്. പക്ഷെ അതിവിടെ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ATM കൊണ്ടല്ലല്ലോ നടക്കുന്നത്. അത് പെട്ടെന്ന് നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി വേഗം പുറത്തേക്ക് പോകും, പുറത്തുനിന്ന് വാങ്ങും. മരുന്ന് വിതരണക്കാർ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയിട്ട് ഇന്നേക്ക് 5 ദിവസം. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക 80 കോടി രൂപയിലധികമായതോടെയാണ് മരുന്ന് വിതരണം നിർത്തിയത്. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ അത് പ്രതിസന്ധിയാക്കുന്നത് ആശുപത്രിയിലെ സാധാരണക്കാരെയായിരിക്കും. ജനം, കോഴിക്കോട്.